ഞാൻ കുറേ നമ്മുടെ സുന്ദരി ചേമ്പിൻ്റെ ഇല കുറച്ച് പറിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നമുക്ക് തോരൻ വയ്ക്കാനായിട്ട്. രാവിലെ നല്ല ചേമ്പല കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ തണ്ടും ഇലയും എല്ലാം കൂട്ടി നമുക്കൊരു അടിപൊളി തോരൻ തയ്യാറാക്കാം കേട്ടോ. ഇത് നല്ല ചേമ്പലയാണ്. നമുക്ക് ആദ്യം ഇതിൻ്റെ തണ്ടെല്ലാം ഒന്ന് മുറിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇല മുറിച്ചെടുക്കാം. സെപ്പറേറ്റ് ആക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അരിയാൻ എളുപ്പമായിരിക്കും. ഇതിൻ്റെ നാരൊന്നും കളയേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം നമുക്ക് നാരെല്ലാം കൂട്ടി വേണം നമുക്ക് അരിയാനായിട്ട്. പണ്ടൊക്കെ ആണെങ്കിൽ നാരൊക്കെ കളയായിരുന്നു. പക്ഷേ ഇപ്പം നാരൊന്നും കളയേണ്ട ആവശ്യമില്ല. കാരണം ഒന്നൊന്നും അറിയില്ല എന്നുള്ള നമ്മളതൊന്നും ശ്രദ്ധിക്കാറില്ലായിരുന്നു. പക്ഷേ ഇപ്പം ഇതിൻ്റെ നാരൊക്കെ വളരെയധികം നല്ലതാണ്. നമ്മുടെ ശരീരത്തിൽ നാരൊക്കെ ആവശ്യമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്താൽ മാത്രം മതി. എന്നിട്ട് ഇതിൻ്റെ എല്ലാം നമുക്ക് ആദ്യമേ കഴുകിയെടുക്കണം. കാരണം ഈ ഇലയുടെ ചോട്ടിലൊക്കെ ചെറിയ പച്ച പുഴുക്കളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നോക്കിയിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം. കഴുകിയെടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് അരിയാൻ പാടുള്ളൂ. ചിലർ ഇലയില്ലേ മഴയൊക്കെ പെയ്തതല്ലേ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ചിലപ്പോൾ കഴുകത്തില്ല. ഇതിൻ്റെയൊക്കെ ഇടയിൽ ചിലപ്പോൾ പുഴുക്കളൊക്കെ ഇങ്ങനെ കയറിയിരിക്കും. മഞ്ഞൊക്കെ അല്ലേ ഇതിൻ്റെ ഇടയിലൊക്കെ. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കിയിട്ട് വേണം എല്ലാം അരിഞ്ഞെടുക്കാനായിട്ട്. ഇതിപ്പോൾ രാവിലെ കുറേ ചേമ്പിൻ്റെ താളുണ്ടായിരുന്നു. അപ്പോൾ ഞാനിട്ട് താളുകറി ഇട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. പണ്ട് കാലത്തുള്ള ഈ താളുകറി ഇലക്കറികളെല്ലാം ഞാൻ പറയണ്ടല്ലോ പ്രത്യേകിച്ച്. ഇതെല്ലാം നമുക്ക് വെറുതെ കളയേണ്ട ഒരു കാര്യമില്ല. ഇതെല്ലാം നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തൊക്കെ ഇലക്കറികളൊക്കെ ധാരാളം കഴിക്കണം. ഇങ്ങനെയുള്ള കറികളാണ് നാടൻ കറികളാണ് ഏറ്റവും നല്ലത്. മറ്റേ കടയിൽ നിന്നൊക്കെ നമ്മൾ എന്തൊക്കെ ഇലക്കറികളാണെങ്കിലും വാങ്ങിച്ചാലും എല്ലാം കെമിക്കൽ അടിച്ചിട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ്. പറമ്പിലൊക്കെ വെറുതെ ആർക്കും വേണ്ടാതെ കിടന്നതാണ്. ഒരു കാലത്തൊന്നത് പണ്ടൊക്കെ നമ്മുടെ അമ്മമാരൊക്കെ കഴിക്കുമായിരുന്നു. പക്ഷേ അതിന് ശേഷമുള്ള തലമുറയ്ക്കൊന്നും ഇലക്കറികളോടൊന്നും ആർക്കും അത്ര വലിയ പ്രിയമില്ല. പക്ഷേ ഇപ്പോൾ വീണ്ടും തിരിച്ചു വരുന്നുണ്ട്. കാരണം ഹെൽത്ത് ഇഷ്യൂ ഒക്കെ എല്ലാവർക്കും വരുന്നുണ്ട്. ഈ ഫാസ്റ്റ് ഫുഡും അതും ഇതെല്ലാം കഴിച്ച് മക്കൾക്കാണേലും വലിയവർക്കാണേലും എല്ലാം. അപ്പം അതുകൊണ്ട് നമുക്കിതൊന്നും കളയേണ്ട ആവശ്യമില്ല. എല്ലാം നമുക്കെടുക്കാം. ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാലൊരു ഗ്യാസോ അല്ലെങ്കിൽ വേറൊരു പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ദഹനത്തിനൊക്കെ വളരെയേറെ നല്ലതാണിത്. അപ്പം നമുക്കിതെല്ലാം ഒന്ന് കഴുകി എടുത്തിട്ട് വരാം കേട്ടോ. അപ്പം നമ്മളിനി എല്ലാം കഴുകി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പം നമ്മൾ നാരൊന്നും കളയുന്നില്ല. നാരോട് കൂടിയാണ് നമ്മൾ അരിയുന്നത്. ചെറുതായിട്ട്, തീരെ പൊടിയല്ല. ഇളം തണ്ടാണ് ഏറ്റവും നല്ലത് കേട്ടോ. അധികം മൂത്തതല്ല. അധികം മൂത്തതിന് കുഴപ്പമൊന്നുമില്ല. എന്നാലും നമുക്ക് ഇളമാണ് കിട്ടിയിരിക്കുന്നത്. മൂത്തമൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും പറിച്ചുകൊണ്ട് പോകും. നമ്മുടെ പറമ്പിലൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരുടെ വീട്ടിലും ഉണ്ടെങ്കിലും കിട്ടുന്നിടത്തു നിന്നൊക്കെ എല്ലാവരും പറിച്ചുകൊണ്ട് പോകും. എല്ലാവർക്കും ഇഷ്ടമാണ്. കാരണം ഇത് കഴിച്ചു കഴിഞ്ഞാൽ വയറിനൊക്കെ നല്ല സുഖമാണ്. പ്രത്യേകിച്ച് ഇളം താളിൻ്റെ തണ്ടും കൂടി ആകുമ്പോൾ നമുക്ക് അതോടുകൂടി തന്നെ അരിഞ്ഞെടുക്കാം. അപ്പോൾ എല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം. അപ്പോൾ ചേമ്പിൻ്റെ താളെല്ലാം കൂടെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചേമ്പിൻ്റെ ഇലയും കൂടെ നമുക്കിതിലേക്ക് അരിഞ്ഞിടാം. ഇതെല്ലാം ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തുകൊണ്ട് വന്നതാണ്. ഇത് ചെറുതായിട്ട് തന്നെ മടക്കി പിടിച്ച് വേണം അരിഞ്ഞെടുക്കാനായിട്ട്. അപ്പോൾ പെട്ടെന്ന് അങ്ങ് തീരും.
ഉണ്ടോ? ചെറിയ ഇലയൊക്കെയാണ് ഇപ്പോൾ ഉണ്ടായി വന്ന ഇലയൊക്കെയാണ്. അധികം മൂത്ത ഇലയൊന്നും നല്ലത്. അപ്പം അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റായിരിക്കും. ചേമ്പിൻ്റെ താളിൻ്റെ കൂടെ തന്നെ നമുക്ക് അരിഞ്ഞ് ചേർക്കാം. അധികം മൂത്ത ഇലയല്ലല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് അരിഞ്ഞെടുക്കാനും പറ്റും. അധികം മൂത്ത ഇലയേക്കാൾ നല്ല ടേസ്റ്റുള്ളത് ഈ അധികം മൂക്കാത്ത ഇതുപോലുള്ള ഏലയ്ക്കാണ് കേട്ടോ. അറിയാമല്ലോ ഈ ചേമ്പിൻ്റെ പേര് സുന്ദരി ചേമ്പ് എന്നാണ് ഇവിടെയൊക്കെ പറയുന്നത് കേട്ടോ. എന്നുവെച്ചാൽ അറിയാത്തവർക്കാണ് ഞാൻ പറഞ്ഞു തരുന്നത്. എല്ലാ ചേമ്പിൻ്റെ ഇല എടുക്കരുത്, ചൊറിയും. ഇതുപോലെ ചൊറിയാത്ത ചേമ്പിൻ്റെ താള് മാത്രമേ നമ്മൾ ഇതുപോലെ തോരൻ വെക്കാവുള്ളൂ. അതുപോലെ തന്നെ കറിയും വെക്കാൻ പാടുള്ളൂ. ചേമ്പിൻ്റെ ഇലയും കൂടെ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മളിത് ചുരുട്ടി പിടിച്ചിട്ടല്ലേ നമ്മൾ അരിഞ്ഞത്. ഇനി എന്ത് ചെയ്യണമെന്നറിയോ? ഇനി ഇതെല്ലാം കൂടെ ഒന്നും കൂടെ പിടിച്ചിട്ട് ഒന്നും കൂടെ നമുക്കിതുപോലെ ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടി ചെറുതാവും. അല്ലെങ്കിൽ തോരൻ വയ്ക്കുമ്പോൾ നീണ്ടു കിടക്കും. ഇതേപോലെ ഒന്ന് അരിഞ്ഞു കൊടുത്താൽ മതി. എല്ലാം കൂടെ എടുത്തിട്ട് നമ്മളിതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, 1 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി, 2 പച്ചമുളകും കൂടി ചെറുതായി അരിഞ്ഞത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഈ തോരൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് എണ്ണയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. എണ്ണയൊന്നും ചേർക്കാതെയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഒരു നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒരു 2 സവോളയും കൂടെ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 5 വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്. 1 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചി ചെറുതായി അരിഞ്ഞതും ചേർത്തിട്ടുണ്ട്. ഒരു 2 സവാളയും കൂടെ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയൊന്ന് ചെറുതായി ഒന്ന് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തതാണ്. അതുകൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എല്ലാം നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഇത് തോരൻ വയ്ക്കാനായിട്ട് നമ്മൾ സ്റ്റൗവിൽ വെച്ച് കൊടുക്കുന്നത്. ഇങ്ങനെ വെക്കുന്ന തോരനാണ് ഏറ്റവും നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എണ്ണയൊന്നും വേണ്ട, എണ്ണയൊന്നും കുറച്ചധികം തേങ്ങ എടുത്തു. തേങ്ങയാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ എണ്ണ ചേർക്കേണ്ട ഒരാവശ്യമില്ല. നമുക്ക് പെട്ടെന്ന് ഒരു 5 മിനിറ്റ് മതി നമുക്ക് ഈ തോരൻ തയ്യാറാക്കാനായിട്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ എത്ര ഉണ്ടെങ്കിലും ഒന്ന് ആവി കയറുമ്പോൾ തന്നെ ഇതെല്ലാം കൂടി ഒന്ന് ചുങ്ങി അങ്ങ് പോകും. ഇത്രയും മതി. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ചിട്ട് സ്റ്റൗവിൽ നമുക്ക് വെച്ച് കൊടുക്കാം. മൂടി വയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇലക്കറികളൊന്നും മൂടി വയ്ക്കാതെ വേണം നമ്മൾ തയ്യാറാക്കാനായിട്ട്. ഉപ്പ് ഒഴിക്കാൻ മറന്നുപോയി. ഞാനിവിടെ കല്ലുപ്പാണ് കേട്ടോ കലക്കിയത് ഒഴിച്ച് കൊടുക്കുന്നത്. ഒരുപാട് ഒഴിക്കേണ്ട, ഒരല്പം മതി. ഇത് മാത്രമാണ് നമ്മൾ വെള്ളമായിട്ട് നമ്മൾ തളിച്ച് കൊടുക്കുന്നത്. അല്ലാതെ വേറെ ഒന്നും നമ്മളിതിലേക്ക് ചേർക്കുന്നില്ല. ഇനി നമുക്ക് സ്റ്റൗ ഓണാക്കി വേവിച്ചെടുക്കാം. അവിടെ ഇരിക്കട്ടെ. ആവി കയറുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് വീണ്ടും നമുക്കിതുപോലെ ഒന്ന് വേവിച്ചെടുത്താൽ മാത്രം മതി. ചെറു തീയിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക.
പാത്രം നിറച്ചുണ്ടായിരുന്നതാണ്, അപ്പോൾ കണ്ടോ പകുതിയായി. പക്ഷേ ഇതുപോലെ നമ്മൾ എണ്ണ ഒഴിക്കാതെ നമ്മൾ തയ്യാറാക്കുന്നതിനാണ് വളരെയധികം നല്ല ടേസ്റ്റും ഗുണവും ഉള്ളത്. അപ്പോൾ ഇനിയൊന്ന് 2-3 പ്രാവശ്യം നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. നമ്മുടെ ചേമ്പിൻ താള് ഇലയും വെച്ചിട്ടുള്ള തോരൻ റെഡിയായി കിട്ടും. ഉപ്പ് കുറച്ച് കുറവായതുകൊണ്ട് കുറച്ചും കൂടി ഉപ്പ് നീരൊഴിച്ചു കൊടുക്കുക. അപ്പം നമ്മുടെ ചേമ്പിൻ താള് ചേമ്പിലെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഒരു തുള്ളി എണ്ണ പോലും നമ്മൾ ഇതിൽ ഉപയോഗിച്ചിട്ടില്ല. അല്ലാതെയാണ് ഇത്രയും നല്ല ടേസ്റ്റിലും ഇത്രയും നല്ല ഇതിലും നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. എളുപ്പം നമുക്ക് തയ്യാറാക്കാം. കറിയൊന്നും ഇല്ലെങ്കിലും ഈ ഒരൊറ്റ കറി മതി കേട്ടോ. ഈ തോരൻ മാത്രം മതി, നമുക്ക് എത്ര ചോറ് വേണേലും നമുക്ക് കഴിക്കാം. അതുപോലെ തന്നെ നമുക്ക് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചപ്പാത്തിയോ പുട്ടോ അപ്പോ എന്തുണ്ടെങ്കിലും അതിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ വളരെയധികം നല്ല ടേസ്റ്റുള്ളൊരു തോരനാണ്. എല്ലാവരും അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ തന്നെ തയ്യാറാക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.